Okay, let's start second module, performance management. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഏകദേശം പഠിച്ചു കഴിഞ്ഞ് വിഷനും മിഷനൊക്കെ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ചുള്ള അനാലിസിസ് നടത്തി. നെക്സ്റ്റ് വരുന്നതാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്, സെക്കൻഡ് മൊഡ്യൂൾ. പെർഫോമൻസ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദ process of continuous communication and feedback between a manager, the employee towards the achievement of organizational performance. സ്ഥാപനത്തിലെ ടോട്ടലായിട്ടുള്ള ഓർഗനൈസേഷണൽ പെർഫോമൻസിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്ക് സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മാനേജർ ഒരു എംപ്ലോയിനെ വിലയിരുത്തുക. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു സ്ഥാപനത്തിലെ ടോട്ടലായിട്ടുള്ള അവിടുത്തെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചിട്ട്, ഓർഗനൈസേഷൻ പെർഫോമൻസിൻ്റെ അച്ചീവ്മെൻറ്റിനെ കുറിച്ചിട്ട് കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കണ്ടിന്യൂസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ ഫീഡ്ബാക്ക് സിസ്റ്റം മാനേജറും അവിടുത്തെ എംപ്ലോയിയും തമ്മിൽ, അതിനെയാണ് എന്ത് പറയുന്നത്? പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. Performance management is set of activities aimed at improving employee performance. പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു സിസ്റ്റത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിൻ്റെ ഇമ്പ്രൂവ്മെൻ്റാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു പെർഫോമൻസ് മാനേജ്മെൻറ്റിലൂടെ ലക്ഷ്യമിടുന്നത്. കാരണം ഏതൊരു സ്ഥാപനത്തിലും എംപ്ലോയി എത്രത്തോളം അയാളുടെ സ്കില്ല് ഡെവലപ്പായോ അതിനനുസരിച്ചിട്ടാണ് ആ സ്ഥാപനത്തിൻ്റെ റിസൾട്ട് കാണുക. ഓക്കെ, അപ്പോൾ പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എംപ്ലോയിയും അതുപോലെ തന്നെ മാനേജറും തമ്മിലുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സും അതുപോലെ തന്നെ ഫീഡ്ബാക്ക് സിസ്റ്റം, എന്തെങ്കിലും ഇഷ്യൂസോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അതിന് വേണ്ട പരിഹാരങ്ങൾ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്? പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? ഇറ്റ് സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് aimed at improving employee performance. എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാനുള്ള സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനാണ് എന്ത് പറയുന്നത്? പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് ആളുകൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പലരും ഡെഫിനിഷൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ആംസ്ട്രോങ് ആൻഡ് ബാരൺ, പെർഫോമൻസ് മാനേജ്മെൻറ്റ് is both a strategic and integrated approach to delivering successful result in an organization by improving the performance and developing the capabilities of team and individuals. അതാണ് ഒരു സ്ഥാപനത്തിലെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് എന്ത്? പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡെലിവറിങ് സക്സസ്ഫുൾ റിസൾട്ട് ഇൻ ഓർഗനൈസേഷൻ. ഒരു സ്ഥാപനത്തിൽ സക്സസ്ഫുൾ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു സ്ഥാപനത്തിൽ സക്സസ്ഫുൾ ക്രിയേഷൻ വേണമെങ്കിൽ അവിടെ എന്ത് വേണം? ബൈ ഇംപ്രൂവിങ് ദ പെർഫോമൻസ് ആൻഡ് ഡെവലപ്പിംഗ് ദി ക്യാപ്പബിലിറ്റീസ് ഓഫ് ടീം ആൻഡ് ഇൻഡിവിജ്വൽ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ സ്ഥാപനത്തിലെ ഇൻഡിവിജ്വൽസിൻ്റെ, അതായത് എംപ്ലോയീസിൻ്റെ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ അവരുടെ ക്യാപ്പബിലിറ്റി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ സ്ഥാപനത്തിൻ്റെ ഓവറാളായിട്ടുള്ള സക്സസ് എന്താവുള്ളൂ? സാധ്യമാവുള്ളൂ. പെർഫോമൻസ് മാനേജ്മെൻറ്റിലൂടെ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? എംപ്ലോയീസിൻ്റെ ഇതിനെ എന്താ പറയുക, അവരുടെ കഴിവിനെ സ്കില്ലിനൊക്കെ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അതിൻ്റെ ബെനിഫിറ്റ് അവർക്ക് കിട്ടും, കമ്പനിക്ക് കിട്ടും. അടുത്ത ബൂസ് അലൻ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ടൂൾ. ബൂസ് അലൻ്റെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് മോഡലാണ് പറയുന്നത്. പ്ലാനിങ്, പെർഫോമിങ്, ഇവാലുവേറ്റിംഗ്, റിവാർഡിങ്, അങ്ങനെ 4 പ്രോസസ്സിലൂടെയാണ് ആരുടെ അഭിപ്രായത്തിൽ? ബൂസ് അലൻ്റെ അഭിപ്രായത്തിൽ. അതിൽ അപ്രൈസൽ ഉണ്ടാവും, ഫീഡ്ബാക്ക് എടുക്കലുണ്ടാവും, പെർഫോമൻസ് ഇൻഡിക്കേറ്റർ, എല്ലാ എംപ്ലോയീസിൻ്റെയും അവരുടെ പെർഫോമൻസ് എത്രത്തോളം ഇവാലുവേറ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി, പിന്നെ ടൂൾസ് ആൻഡ് ഡെലിവറി മെക്കാനിസം, ട്രെയിനിങ് പ്ലാൻ. നമുക്കറിയാം ഏതൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്നവിടെ എന്ത് നിർബന്ധമാണ്? ട്രെയിനിങ് നിർബന്ധമാണ്. അത് റേറ്റിംഗ് പ്രോസസ്സ്, റേറ്റിംഗ് സെയിൽസ്, ഇവാലുവേഷൻ പ്ലാൻ, ഇംപ്ലിമെൻറ്റേഷൻ സ്ട്രാറ്റജി. നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന സ്ട്രാറ്റജിക്ക് ഏത് മെത്തേഡിലാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്? ഇതൊക്കെയാണ് ആരുടെ അഭിപ്രായത്തിൽ പെർഫോമൻസ് മാനേജ്മെൻറ്റ് മോഡൽ? ബൂസ് അലൻ എന്നുള്ള ആളുടെ അഭിപ്രായത്തിൽ.
പിന്നെ നെക്സ്റ്റ് നമുക്കിതിൽ പഠിക്കാനുള്ളതാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് പെർഫോമൻസ് മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? ഒന്ന്, ഇറ്റ് ഈസ് എ പ്ലാൻഡ് പ്രോസസ് ഓഫ് വിച്ച് ദ പ്രൈമറി എലമെൻറ്റ്സ് ആർ എഗ്രിമെൻറ്റ്, മെഷർമെൻറ്റ്, ഫീഡ്ബാക്ക്, പോസിറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ഡയലോഗ്. എന്താണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്? ഒരു പ്ലാൻഡ് പ്രോസസ്സാണ്. എംപ്ലോയീസിൻ്റെ സ്കില്ല്, അവരുടെ മൊറാലിറ്റി, അവരുടെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യില്ല, അതൊരിക്കലും നമുക്ക് സാധ്യമാവില്ല. അപ്പോൾ ഇറ്റ് ഷുഡ് ബി എ പ്ലാൻഡ് കണ്ടിന്യൂസ് പ്രോസസ്സ്. കണ്ടീഷൻ വിത്ത് ഇൻപുട്ട് ആൻഡ് വാല്യൂ. കണ്ടീഷൻ വിത്ത് ഇൻപുട്ട് ആൻഡ് വാല്യൂ. ഇൻപുട്ടും അതുപോലെ തന്നെ വാല്യൂസും. കണ്ടിന്യൂസ് ആൻഡ് ഫ്ലെക്സിബിൾ പ്രോസസ്സ്. ഫസ്റ്റിലേ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമുക്ക് എപ്പോഴാണോ, കാരണം നമ്മൾ ഇന്നത്തെ ട്രെൻഡ് ആവില്ല നാളെ ഉണ്ടായിരിക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്ട്രാറ്റജീസ് ചേഞ്ച് ചെയ്യാൻ കഴിയണം. സോ ഇറ്റ് ഷുഡ് ബി എ ഫ്ലെക്സിബിൾ പ്രോസസ്സ്. പിന്നെ ഫോക്കസ് ഓൺ ദ ഫ്യൂച്ചർ പെർഫോമൻസ് പ്ലാനിങ് ആൻഡ് ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മൾ പെർഫോമൻസ് മാനേജ്മെൻറ്റ് നടത്തുന്നത് എന്ത് വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചറിലെങ്കിലും നിലവിലുള്ള എംപ്ലോയീസിൻ്റെ സ്കില്ല് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ക്യാപ്പബിലിറ്റി എൻഹാൻസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. സോ ഇറ്റ് ഷുഡ് ബി ഫോക്കസ് ഓൺ ഫ്യൂച്ചർ പെർഫോമൻസ്. It mainly concerned with individual performance, but it can also be applied in two teams. നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിൻ്റെയും അവിടുത്തെ റിസൾട്ട് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്താണ്, അവിടുത്തെ എംപ്ലോയീസ് തന്നെയാണ്. സോ ദ പെർഫോമൻസ് മാനേജ്മെൻറ്റ് ഷുഡ് ബി മോർ കൺസേൺഡ് വിത്ത് ഇൻഡിവിജ്വൽ പെർഫോമൻസ്. അതായത് എംഫസിസ് ഓൺ ഡെവലപ്മെൻറ്റിൽ ഊന്നിയിട്ടായിരിക്കും എന്ത് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. മെസ്സേജ് ഔട്ട്പുട്ട് ഓഫ് ഡെലിവേർഡ് പെർഫോമൻസ്. ഇത്രയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ്. അടുത്ത ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് ഒരു പെർഫോമൻസ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ? ഒന്ന്, ടു എനേബിൾ ദ എംപ്ലോയി ടുവാർഡ്സ് അച്ചീവ്മെൻറ്റ് ഓഫ് സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക് പെർഫോമൻസ്. എന്താണ്? ടു എനേബിൾ ദ എംപ്ലോയി ടുവാർഡ്സ് അച്ചീവ്മെൻറ്റിന് വേണ്ടിയിട്ട് എംപ്ലോയീസിന് എന്ത് ചെയ്യുക? എനേബിൾ ചെയ്യുക ഓഫ് സുപ്പീരിയർ സ്റ്റാൻഡേർഡ്സ് ഓഫ് വർക്ക് പെർഫോമൻസ്. അവർ വർക്ക് പെർഫോമൻസിന് സ്റ്റാൻഡേർഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അതിൽ ബൂസ്റ്റിംഗ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ബൈ ഇൻക്രീസ് എംപ്ലോയി എംപവർമെൻറ്റ്. എംപ്ലോയീസിൻ്റെ എംപവർമെൻറ്റ് സാധ്യമാക്കുന്നതിലൂടെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസിന് എന്ത് ചെയ്യാൻ കഴിയും? ബൂസ്റ്റ് ചെയ്യാൻ കഴിയും. ഏതൊരു ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അവിടെ ആരെ എംപവർമെൻറ്റ് ചെയ്യണം? അവിടുത്തെ എംപ്ലോയീസ് എംപവർ ആകണം. അത് ഹെൽപ്പ് ദ എംപ്ലോയി ഇൻ ഐഡൻറ്റിഫൈ നോളജ് ആൻഡ് സ്കിൽസ്. പെർഫോമൻസ് മാനേജ്മെൻറ്റിലൂടെ ഓരോ എംപ്ലോയിയും അവിടെ നിലവിലെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട്, അവിടെ നോളജിന് സ്കില്ലിനൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുക. അത് ക്രിയേറ്റിംഗ് എ ബേസിസ് ഫോർ സെവറൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷൻ, സ്ട്രാറ്റജിക് പ്ലാനിങ്, സക്സഷൻ പ്ലാനിങ്, പ്രൊമോഷൻ ആൻഡ് പെർഫോമൻസ് ബേസ്ഡ് പേയ്മെൻറ്റ്. അഡ്മിനിസ്ട്രേഷൻ പ്രോസസ്സിലും ഡിസിഷൻ പ്രോസസ്സിലൊക്കെ എന്ത് ചെയ്യുക? ആദ്യം കൂടെ ഒരു ബേസ് ക്രിയേറ്റ് ചെയ്ത് ഇടുക. അത് ടോട്ടൽ എംപ്ലോയി ഇൻ ഐഡൻറ്റിഫൈ ദ നോളജ് ആൻഡ് സ്കിൽ റിക്വയർഡ് ഫോർ പെർഫോമിങ് ദി ജോബ്. ഒരു ജോബ് പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര ക്വാളിഫിക്കേഷൻ വേണം, എത്ര സ്കില്ല് വേണം, എത്ര നോളജ് റിക്വയർഡ് ആണ്, സ്കില്ല് റിക്വയർഡ് ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അത് ടു മീറ്റ് എംപ്ലോയി നീഡ് ഫോർ ഫീഡ്ബാക്ക്. എംപ്ലോയീസിൻ്റെ ഫീഡ്ബാക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എടുക്കുക. പ്രൊമോട്ടിംഗ് ടു വേ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സൂപ്പർവൈസർ ആൻഡ്, നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞിരുന്നു എന്താണ്, ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ആണ്. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ മാനേജർ ആൻഡ് എംപ്ലോയി. അതേപോലെ തന്നെ പ്രൊമോട്ട് ടു വേ സിസ്റ്റം ഓഫ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ സൂപ്പർവൈസർ ആൻഡ് എംപ്ലോയി. എംപ്ലോയീസിൻ്റെ സൂപ്പർവൈസറിൻ്റെ ഇടയിലുള്ള ഒരു കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് തന്നെയാണ് എന്ത് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് എന്താണ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു. It refers to the process of continuing communication and feedback between a manager, the employee toward the achievement of organizational performance. പിന്നെ ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ പറഞ്ഞത് ബൂസ് അലൻ്റെ പെർഫോമൻസ് മാനേജ്മെൻറ്റ് മോഡൽ പറഞ്ഞു. പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് പറഞ്ഞു. ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് മാനേജ്മെൻറ്റ്
പറഞ്ഞു. ഓക്കെ, താങ്ക് യു.